ഇടയായത് യെശയ്യാ പ്രവചനം. ദൈവത്തിന് സ്തോത്രം. 55-ാം അധ്യായം അതിന്റെ 10-11 വാക്യം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 10-11 വാക്യം. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം എല്ലാവർക്കും സുപരിചിതമായ വചനമായി വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു ഇത് സംസാരിക്കാൻ. സ്തോത്രം. പല വചനങ്ങളും അതിന് മുൻപേ ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇടപെട്ട വചനങ്ങളൊക്കെ എന്റെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വചനം പറയാൻ ഇപ്പോ ദൈവം പറഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അതിൽ കൂടെ എന്തോ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആ വചനം തന്നെ പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. വചനത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. അതിന് കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ താൻ സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഉപമകളിൽ കൂടിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് സ്വർഗത്തിലെ കാര്യം ഒന്നും അറിയത്തില്ല. സ്വർഗത്തിലെ കാര്യം യേശുവിന് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് യേശു സ്വർഗത്തിലെ കാര്യം സാധാരണ ജനങ്ങളാകുന്ന നമുക്ക് മനസ്സിലാക്കി തരേണ്ടതിന് ഉപമകളിൽ കൂടെ സംസാരിച്ചു. നമുക്ക് പരിചയമുള്ള വസ്തുക്കളെ തന്നെ കാണിച്ചും അറിയിച്ചും ഒക്കെയാണ് യേശു സംസാരിച്ചത്. ഇതുപോലെ തന്നെയാണ് യെശയ്യാ പ്രവചനത്തിൽ നാം വായിച്ചത്. വചനത്തെ കുറിച്ച് പറയുന്നതിന് മുൻപേ അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ പറയുന്നു മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യും. അപ്പൊ വെറുതെ മഴയും ഹിമവും ആകാശത്ത് പെയ്യത്തില്ല. ആകാശത്ത് നിന്ന് ദൈവം മഴയും ഹിമവും പെയ്യിക്കുന്നെങ്കിൽ ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്. അതെന്തിനാ? ഈ ഭൂമിയിലേക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനയ്ക്കാൻ വേണ്ടിയാണ് ദൈവം ഈ മഴയും ഹിമവും അയക്കുന്നത്. ഭൂമിയെ നനയ്ക്കുക മാത്രമല്ല, ഭൂമിയെ നനച്ച് അത് ഫലവത്താക്കും, വിളയിക്കും. സ്തോത്രം. അതുപോലെ തന്നെയാണ് സ്വർഗരാജ്യത്തിൽ നമ്മെ എത്തിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ആത്മീയമായ എല്ലാവിധമായ ഫലങ്ങളും നമ്മളിന്ന് പുറപ്പെട്ടു വരേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി, ദൈവിക ഉദ്ദേശം, ദൈവം ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം, ദൈവം ആഗ്രഹിക്കുന്ന ക്രമീകരണം, ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ സ്വഭാവങ്ങളെല്ലാം നമ്മിൽ വരുത്തി നമ്മെ ഫലമുള്ളവരാക്കി ഫലവത്താക്കി സ്വർഗരാജ്യത്തിലെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ് ശുദ്ധീകരണത്തിന്റെ ദൂതുകൾ ഈ നാടുകളിൽ ദൈവം തന്റെ ജനത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം കർത്താവ് പറഞ്ഞു, ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവമക്കളെ, ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവം വിശുദ്ധനാകയാ നമ്മൾ വിശുദ്ധരായിരിക്കണം. അതിൽ കുറഞ്ഞ ഒരു കാര്യം തന്റെ ജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം വിശുദ്ധനാകയാ നാമും വിശുദ്ധരായിരിക്കും. ഇതാണ് ദൈവത്തിന്റെ കണ്ടീഷൻ. ആ വ്യവസ്ഥയിലേക്ക് നാം പൂർണ്ണമായി തീരുവാനാണ് ഓരോ വചന കേൾവിയും അനുഗ്രഹമായി തീരുവാൻ, മുഖാന്തരമായി തീരുവാൻ, ശുദ്ധീകരണത്തിന്, വിടുതലിന്, തേജസ്കരണത്തിനൊക്കെ അത് അനുഗ്രഹമായി തീരും. കർത്താവിന്റെ വരവേറ്റുവാഴ്ത്തിരിക്കുന്ന നാളുകളിൽ നാം തേജസ് ഉള്ളവരായി ദൈവത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കറ, മാലിന്യം, വാട്ടം ഇതെല്ലാം മാറിക്കിട്ടണമെങ്കിൽ ദൈവവചനം കേട്ട് നാം ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവാത്മാവിനാൽ ശുദ്ധീകരണം പ്രാപിക്കണം. രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവനാമം നമ്മൾ കൂടെ മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നമ്മിൽ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ വായിക്കുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്തിനാണ് അയച്ചത്? ദൈവം വചനം എന്തിനാണ് അയക്കുന്നത്? ആ ഉദ്ദേശം ദൈവം ചെയ്തെടുക്കും. എനിക്ക് അനുഭവത്തിൽ പല കാര്യങ്ങൾ പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്നു. സ്തോത്രം. എന്നാൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം എന്ന് പറയുമ്പോൾ ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമാണെങ്കിൽ സ്തോത്രം, വചനം നാം വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ
ദൈവം കൽപ്പിക്കുന്നത് നാം ചെയ്യുമ്പോൾ നമ്മിൽ കൂടി അത്ഭുതങ്ങൾ നടക്കും. മുമ്പേ കർത്താവിന്റെ ദാസൻ വായിച്ച ഭാഗം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം എല്ലാവരും വായിക്കുവാൻ പറഞ്ഞു. സ്തോത്രം. ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരെ കൊണ്ടാണ് ദൈവം ചെയ്യിപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നി വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. സ്തോത്രം. കുറച്ച് ചെയ്യുമെന്നല്ല, അധികം ചെയ്യും. യേശു എന്തെല്ലാം ഈ ഭൂമി ചെയ്തുവോ അതെല്ലാം തന്റെ മക്കൾക്കും ചെയ്യുവാനുള്ള അധികാരം ദൈവം തന്നിട്ടാ പോയെ. സ്തോത്രം. ഈ ലോകത്തിൽ സമാധാനമില്ല. യേശു പോകാൻ നേരത്തെ ആ സമാധാനവും നമുക്ക് തന്നേച്ചാ പോയത്. പ്രൈസ് ദി ലോർഡ്. ആർക്കും ലഭിക്കാത്ത സമാധാനം ദൈവം നമുക്ക് തന്നേച്ചാ പോയത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല. അപ്പൊ കർത്താവ് തരാൻ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് തന്നിട്ടാ പോയത്. പക്ഷെ ഇത് നമ്മൾ അനുഭവിക്കാനും ഈ അധികാരം ഉപയോഗിക്കാനും ഒക്കെ ദൈവം ഏൽപ്പിച്ചത്. പക്ഷെ എത്ര പേര് ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇത് അനുഭവിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഈ വചനം എന്റെ ജീവിതത്തിൽ ഏത് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ടോ, ആ വചനം അതുപോലെ എന്റെ ജീവിതത്തിൽ നിറവേറിയിട്ടുണ്ട്. ഒരു വചനം പോലും നിഷ്ഫലമായിട്ടില്ല. ഒരു വചനം പോലും വെറുതെ ആയിപ്പോയിട്ടില്ല. എല്ലാ വചനത്തിലും ഞാൻ വിടുതൽ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. തലമുറകളെ കുറിച്ച് മുമ്പേ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചല്ലോ, പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടു, ദൈവമക്കൾ പ്രാർത്ഥിച്ചല്ലോ. സ്തോത്രം. വിശ്വാസത്തിൽ വന്നിട്ട് പുറകോട്ട് പോയ കുഞ്ഞുങ്ങളുണ്ടെന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിന് വേദന തോന്നി. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയെ അനുഭവിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ആ അനുഭവങ്ങളൊക്കെ പ്രാപിച്ചിട്ട് പുറകോട്ട് പോയാൽ, അവർ പിന്മാറിപ്പോയാൽ, ദൈവത്തിന് സ്തോത്രം, അവർ ശിക്ഷയ്ക്ക് അർഹരാകും. അതുകൊണ്ട് എത്രയും വേഗത്തിൽ അവർക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി കണ്ണുനീരോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിനും ദൈവത്തിന്റെ വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നത് കൊണ്ട് ഞാൻ ആ വചനം കൂടെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും എടുക്കാം. പ്രത്യേകിച്ചും തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ആ വചനം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. സെഫന്യാവിന്റെ പുസ്തകം, ദൈവത്തിന് സ്തോത്രം. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ, 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ദൈവദാസന്മാരും ദൈവസഭയും ദൈവമക്കളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ വിടുതലായി തീരും. ദൈവത്തിന് സ്തോത്രം. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ എടുത്തു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവകൃപ പ്രാപിച്ചിട്ട് പിന്മാറിപ്പോയവർ അഥവാ പ്രവാസത്തിലേക്ക് അടിമകളായി പോകുന്നത് പോലെ ആയിത്തീർന്ന അവസ്ഥകളുടെ കർത്താവ് വിടുതൽ തരും, വിജയം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന്റെ മഹത്വം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 19-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട് ഞാൻ ആ കാലത്ത് ഇടപെടും, മുടന്തി നടക്കുന്നവരെ ഞാൻ രക്ഷിക്കും. അവർക്ക് നടപ്പിൽ മുടന്തു വന്നുപോയി. നേരായി നടന്നവർ നടപ്പിൽ തെറ്റു സംഭവിച്ചു എന്നർത്ഥം അല്ലെ. മുടന്തി നടക്കുക നല്ല നടപ്പല്ല, വിശ്വാസത്തിന് യോഗ്യമായ നടപ്പല്ല, ആത്മീയത്തിന് യോഗ്യമായ നടപ്പല്ല. ദൈവത്തിന് സ്തോത്രം. പ്രമാണത്തിനനുസരിച്ചുള്ള നടപ്പല്ല. ആ നടപ്പിൽ മുടന്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവാത്മാവ് പറയുന്നു, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും, പിന്മാറിപ്പോയതിനെ മടക്കി വരുത്തും. മുടന്തി നടക്കുന്നവനെ നേരായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, മുടന്തി നടക്കുന്നവനെ മുടന്തിനെ മാറ്റിക്കൊണ്ട് നേരായ പാതയിൽ, സത്യത്തിന്റെ പാതയിൽ, വിശുദ്ധിയുടെ പാതയിൽ, വേർപാടിലും സത്യത്തിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിച്ച് ദൈവപ്രമാണത്തോടെ ജീവിപ്പാൻ ദൈവം അവരെ ഇടയാക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അവർ ദൈവഭയമുള്ളവരായി നല്ല നടപ്പിലേക്ക് മടങ്ങി വരുവാനിടയാകും. തന്നെയുമല്ല, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചീതറിപ്പോയതിനെ ശേഖരിക്കുകയും എന്ന് പറഞ്ഞാൽ ദൈവീയ കൂട്ടായ്മയിൽ നിന്ന് അകലപ്പെട്ടവരായി, ദൈവവുമായിട്ട് ബന്ധമില്ലാതെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നകന്ന്
സ്തോത്രം. ദൈവവുമായിട്ട് അകന്നു മാറിയ വ്യക്തികൾ, പിറുപിറുത്ത് മുഷിഞ്ഞ് കോപിഷ്ഠരായി ദൈവപ്രമാണം വിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെയൊക്കെ വരുമ്പോൾ, അല്ലെ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന പലരുമുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ മടങ്ങി വരുവാൻ ഈ വചന കേൾവി നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ. ഇവിടെ വായിക്കുന്നു, ചിതറിപ്പോയതിനെ ശേഖരിക്കും. സ്തോത്രം. സർവഭൂമിയിൽ ലജ്ജ നേരിട്ടവരെ. ദൈവമക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, ദൈവമക്കൾ പുറകോട്ട് പോയാൽ, ദൈവകൃപയിൽ നിന്ന് അകന്നു പോയാൽ ആദ്യം ആരും അറിയത്തില്ല. പിന്മാറ്റം പെട്ടെന്നല്ലല്ലോ ഉണ്ടാകുന്നത്. പിന്മാറ്റം ആദ്യ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. ആദ്യ ഹൃദയത്തിലുണ്ടാകും. മനസ്സും അടുക്കും. സ്തോത്രം. ഉത്സാഹത്തിൽ, പ്രാർത്ഥനയിൽ, ആത്മീയത്തിലെല്ലാം കുറവ് സംഭവിക്കും. അങ്ങനെ ഹൃദയത്തിൽ ആദ്യം വിശ്വാസത്യാഗവും ദൈവസ്നേഹം കുറവും പ്രാർത്ഥനാക്കുറവും ഒക്കെ വന്നു കഴിഞ്ഞ് പയ്യെ ഭവനക്കാരറിയും ആത്മീയത്തിൽ ക്ഷീണനാണെന്ന്. അത് കഴിയുമ്പോഴാണ് സഭക്കാരറിയുന്നത്. അത് കഴിഞ്ഞ് നാട്ടുകാരറിയും. സ്തോത്രം. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി തീരാതിരിക്കേണ്ടതിന്, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെടാതിരിക്കേണ്ടതിന് ഇവിടെ വായിക്കുന്നു, സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ചിന്തിക്കുമ്പോൾ, നാം കണക്കൂട്ടുമ്പോൾ മനുഷ്യബുദ്ധികൾക്ക് അപ്പുറമാണ്. പിടിവിട്ടുപോയല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ പല സ്ഥലങ്ങളിൽ പഠിക്കുവാനായി കടന്നു പോകും. അവിടെയൊക്കെ ചെന്ന് ചില കൂട്ടുകെട്ടിലേക്ക് അകപ്പെട്ടവരൊക്കെ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതകളുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ, അല്ല ജോലിക്കായിട്ട് ദൂരെ പോകുമ്പോൾ, മാതാപിതാക്കളിൽ നിന്ന്, സഭകളിൽ നിന്ന്, ദൈവദാസന്മാരുടെ ഒക്കെ നോട്ടം വിട്ട് അവർ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ പിശാച് പല വിധത്തിൽ പരീക്ഷിക്കും. ആ പരീക്ഷയിൽ അവർ അകപ്പെട്ടവർ തോറ്റുപോയാൽ, അവർ പിന്മാറിപ്പോയാൽ അവരെ ഓർത്ത് ദൈവമക്കൾ അറിയുന്നവർ എന്ത് ചെയ്യണം? കരഞ്ഞു പ്രാർത്ഥിക്കണം. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. വചനമയച്ചു വിടിവിക്കുന്ന ദൈവം, വചനമയച്ച് കുഴികളിൽ നിന്ന് വിടിവിക്കുന്ന ദൈവം, വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവം അവർക്ക് ആത്മീയ സൗഖ്യം കൊടുത്ത് മടക്കി വരുത്തും. ആത്മീയ പിന്മാറ്റത്തിന് വേണ്ടി വളരെ ദൈവമക്കൾ ആ പിന്മാറ്റത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ പ്രാർത്ഥിക്കണം. കാരണം കർത്താവിന്റെ വരവ് അടുത്തു. ഇത്രയും നാളെ നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് വരുമ്പോൾ പോകുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. കർത്താവ് വരുമ്പോൾ പോകണമെങ്കിൽ വിശുദ്ധിയോടെ ദൈവഭയത്തോടെ ജീവിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ വചന ദൈവാത്മാവ് ഇടപെട്ടത് കൊണ്ട് ഞാൻ വായിച്ചത്. ആ ദൈവത്തിന് സ്തോത്രം. സർവഭൂമിയിൽ ലജ്ജ നേരിട്ടൊരു പ്രശംസയും കീർത്തിയാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലജ്ജയാണെങ്കിൽ ദൈവം അവരെ കീർത്തിയും പ്രശംസയും ഉള്ളവരാക്കി തീർക്കും. അതുകൊണ്ട് ഈ വചനം വെച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തില് ഞാനൊരു അനുഭവം പറയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം മാത്രമാണ് നമ്മളെ വിടിവിക്കുന്നത്. അതുകൊണ്ട് ആ വചനം എങ്ങനെ നമ്മളെ വിടിവിക്കും എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം കർത്താവിന്റെ കൃപയാ ഞങ്ങളെ കുടുംബമായി കർത്താവ് പരിപാലിച്ചു, സൂക്ഷിച്ചു, സൗഖ്യത്തോടെ ദൈവം നടത്തുന്നു. എന്നാല് ദൈവം ഞങ്ങളെ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. കർത്താവിന്റെ ദാസനും അടിയനും കർത്താവിന്റെ വേലയിലായിരുന്നു. ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് 4 പെൺമക്കളെ തരുവാനിടയായി. അതിമൂത്ത മോളാണ് അച്ചാമോള്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതൊരു കുഞ്ഞുണ്ടായി, അത് മരിച്ചുപോയി. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ടെസ്റ്റ് കൂടെ പറയുവാനിടയായല്ലോ. സ്തോത്രം. എന്നാൽ അതിനുശേഷമായിട്ട് വേറെ 3 കുഞ്ഞുങ്ങളെ കൂടെ ദൈവം തന്നു. അത് രണ്ടാമത്തെ മോള്, അത് ഫേബ എന്നാണ് അവളുടെ പേര്. അവള് കുടുംബസ്ഥയാണ്. 4 മക്കൾ പപ്പായുടെ കൂടെ ഭവനത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ അച്ചാമ്മയുടെ അടുക്കലായിരിക്കുന്നു. ഇത് പറയുവാൻ കാരണം, രണ്ടാമത്തെ മോളെ 2 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് അപ്പൻഡിസൈറ്റിസ് ഉണ്ടായി. മരണത്തോട് ഞാൻ മല്ലടിച്ചു. സ്തോത്രം. 3 പകലും 2 രാത്രിയും, രാവേദ പകലേതാന്നറിയാതെ ഞാൻ തലകുത്തി മറിയ വേദന കൊണ്ട്. എനിക്ക് ഇരിക്കാൻ മേല, കിടക്കാൻ മേല, നിൽക്കാൻ മേല, നടക്കാൻ മേല. ഞാൻ തലകുത്തി മറിയുക. സ്തോത്രം. പോലെയാ ഞാൻ. സ്തോത്രം. നേരെ നിൽക്കുവാൻ കഴിയത്തില്ല, വളഞ്ഞ് നിൽക്കുക. അങ്ങനെ തലകുത്തി മറിയുമ്പോൾ അതിഭയങ്കര വേദനയും ഞാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, പാസ്റ്ററുണ്ട്, ഞങ്ങളുടെ അമ്മച്ചിയുണ്ട്. സ്തോത്രം. അമ്മച്ചിയും പപ്പായും 2 പേരും കട്ടിലിന്റെ തലക്കീലും കാക്കിലും അടിക്കും. ഞാൻ 2 പേരുടെയും മടി തലവെക്കും. ഒരാടെ മടി തലവെക്കും, പ്രാർത്ഥിക്കും, വേദന മാറുന്നില്ല, അടുത്തയാടെ മടി തലവെക്കും. അങ്ങനെ 2 പേരും മാറി മാറി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും യാതൊരു ശാന്തതയും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 3-ാമത്തെ പകലിൽ
എൻ്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠൻ അവിടെ വരുവാനിടയായി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആ ഒരു ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ പപ്പായ്ക്ക്, അമ്മച്ചിയും പപ്പായും. അപ്പം ഈ ജ്യേഷ്ഠൻ വന്നേച്ച് ഇങ്ങനെ പറഞ്ഞു, നിന്റെ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ നല്ലതാ, സ്തോത്രം, എന്നാൽ ഇതിന് ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗവുമില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അത്യാവശ്യപ്പെട്ടു. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പോലും മേൽ, അതുപോലെ അതികഠിന വേദനയും ഞാൻ ഇത്രയും മാത്രം ദൈവത്തോട് പറയുന്നുണ്ട്. സൗഖ്യമാകാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നേ, സ്തോത്രം. എനിക്കൊരു വിശ്വാസമുണ്ട്, ദൈവം അറിയാതൊരു മുടി ഒഴിയത്തില്ല. ഇപ്പൊ കർത്താവെ ഈ വേദന സഹിക്കാനുള്ള കൃപ തരണം. കർത്താവ് കൃപ തന്നാലേ നമുക്ക് സഹിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കർത്താവേ സഹിപ്പാൻ കൃപ തരണമേ, കൃപ തരണമേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ സഹിക്കാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ തലകുത്തി മറിയുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, പപ്പായുടെ ജ്യേഷ്ഠൻ ഈ വാക്ക് പറയുന്നു, നീ ഹോസ്പിറ്റലിൽ പോകണം, ഓപ്പറേഷൻ അല്ലാതെ ഇതിന് മാർഗമില്ലെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഇത്രയും മാത്രം പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിലും ഇത്രയും പറയുകയും ദൈവത്തിന്റെ കരം എന്നെ തൊടുവാനിടയായി. അത്ഭുത വിടുതൽ ആ നിമിഷത്തിൽ എനിക്ക് ലഭിച്ചു. പെട്ടെന്ന് എനിക്കൊരു മയക്കമുണ്ടായി. കാരണം 3 പകലും 2 രാത്രി ഉറങ്ങാത്തത് കൊണ്ട് ചെറിയൊരു മയക്കമുണ്ടായി. ആ മയക്കത്തിൽ എൻ്റെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ നേരിട്ട് എൻ്റെ ചെവി കേൾക്കുവാനിടയായി. ആ ശബ്ദം ഇതായിരുന്നു, നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഈ തീ അനേകരെ ദഹിപ്പിച്ചിട്ടുണ്ട്, ഈ രോഗം വന്ന് അനേകര് മരിച്ചിട്ടുണ്ട്, എന്നാൽ ഈ രോഗത്തിന് എന്നെ കൊല്ലുവാൻ സാധ്യമല്ല എന്ന് ദൈവം എന്നോട് സംസാരിച്ചു. സ്തോത്രം. പെട്ടെന്ന് ഞാൻ ആ മയക്കത്തിൽ നിന്ന് ഉണർന്നിട്ട്, സ്തോത്രം, ഈ ദൈവശബ്ദം കേട്ടപ്പോൾ അതെന്റെ ഹസ്ബൻഡിനോട് പറയുവാൻ വേണ്ടി ഞാൻ ദാസനോട് പറഞ്ഞു, പപ്പ ഈ രോഗത്താൽ ഞാൻ മരിക്കത്തില്ല, ഈ രോഗത്തിന് എന്നെ കൊല്ലുവാൻ സാധ്യമല്ല, എന്റെ ദൈവം എന്നോട് സംസാരിച്ചു, എന്റെ യേശു എന്നെ സൗഖ്യമാക്കി, ദൈവനാമം മഹത്വപ്പെടുവാനിടയായി. എന്നാൽ പിറ്റേ ദിവസം ഇതൊന്നും അറിയാതെ, എനിക്ക് സുഖയില്ലെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് എൻ്റെ മാതൃസഭയിലെ അപ്പച്ചനും, കാരണം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാൻ ഫെയ്ത്ത് ഹോമിലാണെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഫെയ്ത്ത് ഹോമിലെ അപ്പച്ചനും അമ്മച്ചിയും വേറെ 2-3 സഹോദരിമാരും കൂടി എന്നെ കാണുവാനായി ഭവനത്തിൽ ഫെയ്ത്ത് ഹോമിലേക്ക്, ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമിലേക്ക് വരുവാനിടയായി. അവർ കടന്നു വന്നു. ഞാൻ ഗർഭിണിയാണെന്ന് അവർക്കറിയാം, പിന്നെ എന്തോ വയ്യാഴിയാണെന്നും അറിയാം, എന്തോ സംഭവം, ഏത് രോഗമാണെന്നൊന്നും അവർക്കറിയത്തില്ല. അവർക്ക് മെഡിക്കൽ സയൻസും അറിയത്തില്ല, അവര് മരുന്ന് ചെയ്യാത്തവരുവാ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നാൽ എനിക്ക് എന്തോ പനിയോ എന്തോ വയ്യാഴിയാന്ന് മാത്രമേ അവർക്കറിയാവൂ. എന്നാൽ പനിയൊന്നും അല്ലായിരുന്നു, അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു. എന്നാൽ ഇവര് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ അപ്പച്ചൻ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ദൈവത്തിന്റെ ശക്തി, സ്തോത്രം. എനിക്ക് ഇത്രേ അറിയാവുള്ളൂ, കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് മാത്രമേ അറിയാവുള്ളൂ. എന്നാൽ എങ്ങനെ സൗഖ്യമായി എന്നുള്ളത് പിറ്റേ ദിവസം വന്ന അപ്പച്ചന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ആ അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുക, മുഴുത്ത നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു സാധനം എന്റെ വയറ്റിൽ പഴുത്തു വന്നു. ബലൂണിന്റെ കാറ്റഴിച്ചു വിടുമ്പം അത് ചൊങ്ങുന്നത് പോലെ ഈ പഴുത്തു വന്നത് ചൊങ്ങി കൊടലിന്റെ അറ്റത്തോട് ചേർന്നു വന്നു. സ്തോത്രം. അപ്പൊ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടുവിപ്പാൻ കഴിയും. വിടുവിച്ചില്ലെങ്കിലും ആശുപത്രി പോകത്തില്ലെന്നാ പറയണ്ടേ. ആ വാക്കുപോലും ദൈവം പറയിപ്പിച്ചില്ല. വിടുവിച്ചില്ലെങ്കിലും എന്ന് പറയുകയും, എന്റെ തീരുമാന ശക്തി എന്റെ ദൈവത്തിനറിയാം. ഞാൻ തീരുമാനം എടുത്തത് എന്താണെന്നും ആശുപത്രി പോകത്തില്ലെന്നാ പറയുന്ന അടുത്ത വാക്കെന്നും ദൈവത്തിനറിയാം. അത് പറയുന്നതിന് മുൻപേ വിടുവിച്ചില്ലെങ്കിലും എന്ന് പറയുകയും ദൈവത്തിന്റെ കാര്യം തൊടുകയും ചെയ്ത് ഒരുപോലെയാ. ദൈവമക്കളെ, ഹല്ലേലൂയ, ആ പറഞ്ഞ നിമിഷത്തിൽ തന്നെ, സ്തോത്രം, ആ കർത്താവ് ആന്തരിക അവയവത്തിൽ എങ്ങനെയാണ് സൗഖ്യം വരുത്തിയെന്നുള്ളതാണ് പിറ്റേ ദിവസം വന്ന ദൈവദാസന് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാ!
ഒരു മരുന്നിൽ ആശ്രയിക്കാതെ, വൈദ്യന്മാരിൽ ആശ്രയിക്കാതെ, മുറിവ് കൂടാതെ, രക്തം പോകാതെ, ഹല്ലേലൂയ, വേദനിപ്പിക്കാതെ തൊട്ട് സൗഖ്യമാകുന്ന ദൈവം, നമ്മുടെ ആന്തരിക അവയവങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അതിന് കേടുപാട് വെക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. കർത്താവ് അങ്ങനെ തൊട്ട് സൗഖ്യമാക്കി. അത് കഴിഞ്ഞു, സൗഖ്യമായി കഴിഞ്ഞു, ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ട്രാക്റ്റുമായിട്ട് പോകും. അന്നും ഇന്നും കൃപയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ആരെ കണ്ടാലും സുവിശേഷം പറയുക, ആരെ കണ്ടാലും ട്രാക്റ്റ് കൊടുക്കുക. സ്തോത്രം. അതാണ് എനിക്ക് അന്നും ഇന്നുമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കടമയാണ്. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ആ സുവിശേഷ പ്രതിയുമായിട്ട് ഞാൻ ഇതുപോലെ പിന്നെയും യാത്ര ചെയ്തു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ആ ഫെയ്ത്ത് ഹോമും ആ സ്ഥലവും ഒക്കെ കത്തോലിക്കരുടേതായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചതാ. അപ്പം ആ ഹോളിന്റെ പരിസരം മുഴുവൻ ഈ കത്തോലിക്കര് ഹിന്ദുക്കളോ താമസിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അവിടെ എല്ലാം ട്രാക്റ്റുകളൊക്കെ കൊടുക്കും. അപ്പൊ ഒത്തിരി മലകളും കുന്നുകളൊക്കെ കയറി പോകണം. അപ്പൊ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നെ കൊണ്ടാവുന്ന പോലെ ദൈവം തന്ന കൃപയ്ക്ക് അനുസരിച്ച് ട്രാക്റ്റ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ട്രാക്റ്റുകൾ കൊണ്ട് യാത്ര ചെയ്തു. 7-ാം മാസത്തിൽ കയറി പെട്ടെന്ന് എനിക്ക് ടൈഫോയിഡ് പിടിപെട്ടു. ടൈഫോയിഡ് വന്ന് അത് ഇതുപോലെ അതികഠിനമായി തീർന്നു. സ്തോത്രം. ഓരോ ദിവസവും ടൈഫോയിഡ് കൂടിക്കൂടി വരിക. 7-ാം മാസത്തിൽ വയറ് നല്ല അനക്കമുള്ള സമയമാണ്. എന്നാൽ എൻ്റെ മദർലോയാണ് എന്നെ ശുശ്രൂഷിക്കുന്നത്. അമ്മച്ചി എന്നോട് പറയും, എൻ്റെ കുഞ്ഞെ, നിന്റെ മുറിയുടെ വാതുക്ക വരുമ്പോ അടുപ്പുങ്കലെ ചൂടാ. അങ്ങനെയാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്തുമാത്രം ചൂടാ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കിട്ടുമോ എന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പൊ അതിന് മുമ്പ് ഒരു കുഞ്ഞ് മരിച്ചുപോയി. ഈ കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യം. സ്തോത്രം. എന്നാൽ ദൈവം അറിയാതെ ഒരു മുടി കൊഴിയത്തില്ലെന്ന് കൃപയാൽ അന്നും ഇന്നും എനിക്ക് വിശ്വാസം. എന്റെ ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ലെന്ന് കൃപയാൽ എനിക്ക് വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അങ്ങനെ കിടക്കേ കിടന്നു. സ്തോത്രം. എന്നാൽ അമ്മച്ചി പറഞ്ഞപ്പോഴൊക്കെ വയറ്റിൽ അനക്കം ഉണ്ടായിരുന്നു. 2-3 ദിവസം കൂടെ അനക്കം വന്നു. പിന്നെ അനക്കമില്ല. ഒരു ദിവസം കുഞ്ഞ് അനങ്ങിയില്ല. പെട്ടെന്ന് ഈ ചിന്ത വന്നു, അമ്മച്ചി പറഞ്ഞ കാര്യം. 2-ാം ദിവസമായി അനക്കമില്ല. 2 ദിവസം കുഞ്ഞിന് അനക്കമേ ഇല്ല. അപ്പൊ അമ്മച്ചി പറഞ്ഞ വാക്ക് ഓർത്തി ഞാൻ. പക്ഷേ എനിക്ക് ഹസ്ബൻഡിനോട് ഇത് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ 2-ാമത്തെ ദിവസം അദ്ദേഹത്തോട് ഇത്രയും മാത്രം പറഞ്ഞു, പപ്പ, മൂത്തത് പെൺകുഞ്ഞ, 2-ാമത്തെ ഒരു ആൺകുഞ്ഞാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇനി ആണാണേലും പെണ്ണാണേലും കേടുകൂടാതെ കർത്താവ് ഇതിനെ തന്നാൽ ഇതിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് സമർപ്പിക്കണമെന്ന്. കർത്താവിന്റെ കൃപയാ കർത്താവിന്റെ ദാസനും അടിയനും ചേർന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ച് അങ്ങോട്ട് മാറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വയറ്റിൽ ചെറിയ ഒരു അനക്കം വന്നു. സ്തോത്രം. മരിച്ചതിനെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്തുന്ന ദൈവമാണെന്ന് വചനത്തിൽ നാം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഒരുപക്ഷെ അത് ചൂട് കൂടിയിട്ട് കുഞ്ഞിന് അനക്കമില്ലാതായതാകാം. എന്തുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അനക്കം വെച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉദരത്തിൽ വെച്ച് പ്രതിഷ്ഠിക്കുവാനിടയായി. ഞാൻ ടൈഫോയിഡ് വന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചുരുക്കി അങ്ങനെ പറഞ്ഞെങ്കിലും അതിന്റെ മുൻപ് 1-2 കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഈ ടൈഫോയിഡ് വന്നു, ഭയങ്കര തലവെട്ടിലായിരുന്നു എനിക്ക് തുടങ്ങിയത്. തലവെട്ടി പൊളക്കുക, ഈ തലയോട്ടി ഇങ്ങനെ ഇളകി പോകുന്ന പോലത്തെ അസ്വസ്ഥത. അപ്പൊ ഞാൻ അമ്മച്ചി എനിക്ക് തോർത്ത് നനച്ച് തല വലിച്ചു മുറുക്കി കെട്ടിത്തരും. അപ്പൊ ആ മുറുക്കി കെട്ടുമ്പോ 5 മിനിറ്റ് കൊണ്ട് ആ തോർത്ത് ഉണങ്ങും. അപ്പൊ അടുത്ത തോർത്ത് വെള്ളത്തിലിട്ടിരിക്കുക. ഉടനെ അതെടുത്ത് തല കെട്ടും. 5 മിനിറ്റ് കൊണ്ട് അത് ഉണങ്ങും. അതുപോലത്തെ ചൂടാ. അത്രമാത്രം അതികഠിനമായ പനിയാ കഷ്ടപ്പെട്ട് ടൈഫോയിഡ് ഞാൻ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛമ്മൾ സ്കൂളിൽ പോയി. പപ്പ അവിടെ ഇല്ല, അമ്മച്ചി മാത്രമേ ഉള്ളൂ.
എന്റെ അമ്മച്ചി അടുക്കളയിലുവാ. ഞാൻ തന്നെ മുറിയിൽ കിടക്കുമ്പോൾ മരണദൂതൻ വന്നു എന്റെ കയ്യെ പിടിച്ചു, വലത് കരത്തെ പിടിച്ചിട്ട്, പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. പുതിയ വർഷം എന്ന് പറഞ്ഞത് ഡിസംബറിൽ എനിക്ക് പനി വരുന്നത്, ടൈഫോയിഡ് വരുന്നത്. പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കത്തില്ലെന്ന് പറയുകയും എന്റെ കണ്ണ് മറിഞ്ഞുപോയി, നാവ് ഇറങ്ങിപ്പോയി, സംസാരിക്കാനും മേല, ശരീരമെല്ലാം തളർന്ന പോലെ. എന്റെ അടുക്കൽ ആരുമില്ല. ഒന്ന് ഒരു കട്ടിലിന്റെ കട്ടിലെ പോലും ഒന്ന് കൊട്ടണമെങ്കിൽ, അല്ലെ എന്തെങ്കിലും ഒരു ഒച്ച കേൾപ്പിക്കണമെങ്കിൽ കൈക്ക് ബലമില്ല, ശരീരമെല്ലാം തളർന്ന പോലെ. ഉടനെ പുറമേ കണ്ണ് മറിഞ്ഞെങ്കിലും നാവ് ഇറങ്ങിപ്പോയെങ്കിലും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം. ഇവൻ കൊല്ലുമെന്ന് പറഞ്ഞെങ്കിൽ, അഥവാ പുതിയ വർഷം കാണിക്കത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ ഡിസംബറിൽ ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന, അല്ലെ കൊല്ലുവന്ന, അല്ലെ നിന്റെ ജീവനെ എടുക്കുവന്ന. സ്തോത്രം. എന്നാൽ എനിക്കറിയാം എന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. എന്റെ ശുശ്രൂഷ തീരാത്തിടത്തോളം ദൈവം എന്നെ വിളിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. തന്നെയുമല്ല, കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ദൈവശക്തനാണ്. പിന്നെ ശുദ്ധീകരണം പൂർത്തിയാകാതെ ദൈവം നമ്മളെ വിളിക്കത്തില്ല. ശിശുവിടെ തികയ്ക്കാതെ നമ്മളെ വിളിക്കത്തില്ല. വാഗ്ദത്തം നിവർത്തിക്കാതെ ദൈവം നമ്മളെ വിളിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടാനുണ്ട്. ശുദ്ധീകരണം പ്രാപിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം എന്നെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നെ ശുദ്ധീകരിച്ച് ചേർക്കും. അതുപോലെ തന്നെ ശുശ്രൂഷ തികച്ചെങ്കിൽ കർത്താവ് എന്നെ ചേർക്കും. ഇനിയും എനിക്ക് ശുശ്രൂഷ ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായ കാര്യമാണ്. സ്തോത്രം. എന്നാൽ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഇത്രയും പറഞ്ഞു, മരണത്തെയും പാതാളത്തെയും ജയിച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ മരണത്തിന് മേൽ ജയമെടുക്കുന്നു, നിപ്പോ സാത്താനെ എന്ന് പറയുകയും, സ്തോത്രം, എന്റെ കണ്ണ് നേരെ വന്നു, നാവ് നേരെ വന്നു. പോ സാത്താനെന്ന് ഞാൻ പറഞ്ഞ സമയം കൊണ്ട് ഇവൻ കൈവിട്ടു. സ്തോത്രം. കൈവിട്ടു, എന്റെ കണ്ണ് നേരെ വന്നു, നാവ് നേരെ വന്നു, നോർമലായി. അത് കഴിഞ്ഞ് ഞാൻ അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, മരണഘട്ടം മാറി. സ്തോത്രം. പെട്ടെന്ന് ദൈവന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനം 23. ആ വചനമൊക്കെ നമ്മൾ വായിച്ചു വിടുന്ന സങ്കീർത്തനമാണ്. എന്നാൽ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിന്റെ അർത്ഥം ഗ്രഹിക്കാറില്ല. അനുഭവത്തിൽ വരുമ്പോൾ ഇത് തേനിലും തേങ്കട്ടിലും മധുരമുള്ളതെന്നൊക്കെ ബൈബിളിൽ പറയുന്നത് സത്യമാണ്. സ്തോത്രം. ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാ. കൂരിരുൾ താഴ്വരി കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞാൽ മരണത്താഴ്വരയാ. അപ്പോ നമ്മുടെ യേശു മരണത്തെ ജയിച്ചവനാ. മരണാധികാരിയായ പിശാചിന്റെ തലയെ യേശു കാൽവരി വെച്ചു തകർത്തതാ. അതുകൊണ്ട് മരണത്തെ പാതാളത്തെ വേണ്ടി യേശു ജയിച്ചതാ. ആ ജയാളിയാ നമ്മളോട് കൂടെ ഉള്ളത്. അതുകൊണ്ട് മരണത്തിന്റെ നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാ. സ്തോത്രം. ആകയാൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മരണത്തിന് മേൽ ഞാൻ ജയമെടുക്കുന്നു. ഓ പിശാചേ എന്ന് പറഞ്ഞു തൽക്ഷണം വിടുതലായി. ദൈവമക്കളെ, ദൈവം തന്ന അഭിഷേകം, ദൈവം തന്ന അധികാരം, ദൈവം തന്ന വാഗ്ദത്തം ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകും. സ്തോത്രം. അലമാരി കൊണ്ട് താക്കോല് കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അലമാരിക്കകത്തുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കണമെങ്കിൽ നമുക്ക് താക്കോല് വേണം. എല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം എന്റെ അവകാശത്തിൽപ്പെട്ടതാ, എനിക്കുള്ളതാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. താക്കോല് കയ്യിലും ഉണ്ട്, അലമാരി എവിടെ ഇരിപ്പുണ്ട്. നമ്മളിവിടെ പട്ടിണി കിടക്കുക, വല്ല ഗുണമുണ്ടോ? സ്തോത്രം. അത് നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. അത് അനുഭവിക്കണമെങ്കിൽ, ആ നന്മ നാം അനുഭവിക്കണമെങ്കിൽ, അത് നമുക്ക് ആശ്വാസമായി തീരണമെങ്കിൽ, അനുഗ്രഹമായി തീരണമെങ്കിൽ, ഉപയോഗമായി തീരണമെങ്കിൽ ഈ താക്കോൽ ഉപയോഗിച്ച് അത് എന്ത് ചെയ്യണം? തുറക്കണം. ഇതുപോലെ സ്തോത്രം, ദൈവം തന്ന അഭിഷേകം,
ദൈവം തന്ന അധികാരം ദൈവനാമത്തിനായി നാം ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ ദൈവമഹത്വം നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയാൽ അങ്ങനെ ആ പ്രയാസത്തിൽ നിന്ന്, മരണകരമായ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിപ്പാനിടയായി. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഡിസംബർ 31 എന്ന് പറയുന്നത് ഈ പിശാച് പറഞ്ഞ ആ ഡേറ്റാ. ഏതാ? പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കത്തില്ല. കാരണം അത് വെറുതെ ഒരു രോഗമല്ലായിരുന്നു കേട്ടോ. ടൈഫോയിഡ് എന്ന് മാത്രമല്ല, അത് വെറും ഒരു രോഗം മാത്രമല്ല, ശത്രുവിന്റെ പോരാട്ടവും അഥവാ ശുശ്രൂഷയ്ക്കെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു. കാരണം ഞാനിങ്ങനെ ട്രാക്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കുന്നതൊന്നും പിശാചിന് ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നത് സാത്താൻ ഇഷ്ടമില്ലല്ലോ. സ്തോത്രം. അവന്റെ പിടിയിൽ നിന്ന് ആൾക്കാരെ വിടുവിക്കുമ്പോൾ അവന് നമ്മളോട് ഫൈറ്റിംഗ് ഉണ്ട്. സ്തോത്രം. എന്നാൽ ജയം നമുക്കാ. അവൻ എത്ര ഫൈറ്റ് ചെയ്താലും ജയം നമുക്കാ. ഹല്ലേലൂയ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാ. അധികാരം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ദൈവം നാം മുഹൂർത്തപ്പെട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കെ സ്തോത്രം, പെട്ടെന്ന് ഞാനിങ്ങനെ 31-ാം തീയതി, ഡിസംബർ 31-ാം തീയതി ആണ്ടൃതി യോഗത്തിന് വേണ്ടി എല്ലാവരും വന്നു. വീട്ടിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഫെയ്ത്തോമാണല്ലോ, ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നു. അങ്ങനെ എല്ലാവരും ശുശ്രൂഷയിലും സാഹചര്യത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് 31-ാം തീയതി വൈകിട്ട് ഒരമ്മച്ചി ഒരു മോളും, ആ ഞങ്ങളുടെ ചർച്ച കൂടുന്ന ഒരു അമ്മച്ചി മോളും, അവർ രണ്ടുപേരും കൂടെ എൻ്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ആന്റി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. സ്തോത്രം. എനിക്ക് വലിയ സന്തോഷമാണ്. ഞാനിങ്ങനെ ഫെയ്ത്തോമി രോഗിയായിട്ട് കിടക്കുന്നെങ്കിൽ ആരും എൻ്റെ അടുക്ക് ഒന്ന് പ്രാർത്ഥിക്കാറില്ല. കാരണം വിശ്വാസികളൊക്കെ വന്ന് കണ്ടേ ചങ്ങു പോകും. കാരണം പാസ്റ്ററുടെ വീടല്ലേ. പാസ്റ്ററുടെ വീട്ടിൽ വന്ന വിശ്വാസികൾ പ്രാർത്ഥിക്കത്തില്ല. എന്നാൽ വിശ്വാസിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പാസ്റ്റർമാർ പ്രാർത്ഥിക്കും. പാസ്റ്റർമാരുടെ വീട്ടിൽ ചെന്ന വിശ്വാസികൾ പ്രാർത്ഥിക്കത്തില്ല. അപ്പൊ അവര് വലിയ ആൾക്കാരാണ്. പാസ്റ്റർമാർ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ആൾക്കാരാ. ഓ, ഞങ്ങൾ എന്തോ പ്രാർത്ഥിക്കാനാ? അങ്ങനെയല്ല ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന വിലയുള്ളതാണ്. രോഗികളായിട്ട് കിടക്കുമ്പോൾ, ബലഹീനരായിട്ട് ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെയൊക്കെ ആവശ്യകത മനസ്സിലാകുന്നത്. ദൈവം എന്നെ രോഗിയാക്കിയതിന്റെ ഒരു കാരണം അതും കൂടിയാണ്. കാരണം രോഗാവസ്ഥയെ കടന്നാലേ നമുക്ക് ആ മാനസിക അവസ്ഥ, അവരുടെ ശാരീരിക അവസ്ഥ, അവരുടെ മനസ്സിന്റെ വേദനയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വിശപ്പ് അനുഭവിച്ചാലല്ല വിശപ്പിനെ കുറിച്ച് പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ. വിശപ്പുള്ളവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും പറ്റത്തുള്ളൂ. ഇതുപോലെ രോഗിയായിട്ട് നാം കിടക്കുമ്പോൾ മാത്രമേ, അത് ഒരു വീട്ടമ്മ, സഹോദരന്മാര് രോഗിയായിട്ട് കിടക്കുന്ന പോലെയല്ല, ഒരു വീട്ടമ്മ രോഗിയായിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ വിളക്ക, ആ വിളക്ക് കെട്ടുപോയ പോലത്തെ, അല്ലെങ്കിൽ മങ്ങി മങ്ങി ഇരുന്നാൽ പ്രകാശം കിട്ടുമോ? ഇതുപോലെ വീട്ടിലെ കാര്യങ്ങളൊന്നും വേണ്ടവണ്ണം മുമ്പോട്ട് പോകാത്ത അവസ്ഥ വരും. സ്തോത്രം. അങ്ങനെ ആത്മീയമായിട്ടും എല്ലാ വിധത്തിലും അത് വളരെ ബാധിക്കപ്പെടുന്ന വിഷയമാണ്. അങ്ങനെ ഞാൻ രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, ഈ അമ്മച്ചിയെ മോളും മാത്രം വന്നിച്ച് പറഞ്ഞു, ആന്റി ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. എൻ്റെ ഹൃദയത്തിൽ സന്തോഷം വന്നു. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഉടനെ അവര് ഇങ്ങനെ ഒരു പാട്ട് പാടി. കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ, എനിക്ക് പാടാനൊന്നും വയ്യ, എന്നാൽ ആ പാട്ടിന്റെ വരികൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഒരു വരികളായിരുന്നു. അത് എന്നാന്ന് ചോദിച്ചാൽ ആ പാട്ട് ഇതാ. ഞാൻ ആ ഉള്ളിൽ പാടിക്കൊണ്ടിരുന്ന പാട്ട്, പുറമെ പാടാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ളിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട്. ആ പാട്ട് തന്നെ ഈ അമ്മച്ചി മോളും പാടി. എന്നാ ആ പാട്ട് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ. നിന്റെ പാദ പീഠമെന്റെ വൈദ്യശാലയാ, അതിൽ ഉണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. സ്തോത്രം. ആ പാട്ടിന്റെ വരികൾ അവർ പാടി, ഞാനും ചേർന്ന് പാടി. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവീനെ ദൈവവചനം പറയുന്നത് പോലെ അവരും ഞാനും ഈ പാട്ട് പാടുമ്പോൾ ആത്മാവിന്റെ ഐക്യത അവിടെ വെളിപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ച പാട്ട് തന്നെ ഒരു പാടിയപ്പോ അതിന്റെ അർത്ഥം എന്നാ? ഞങ്ങളുടെ ഹൃദയം ഒന്നാണ്. സ്തോത്രം. ആത്മാവിനൊരു ഐക്യതയുണ്ട്. ഈ ഭൂമി രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാപുത്രനെ മഹത്വപ്പെടേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. അപ്പൊ ഐക്യതയോടെ ആ പാട്ട് പാടി അവർ മലയാളത്തിൽ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നിയോഗം തന്നു. ഞാൻ ആത്മനിയോഗത്തോടെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തന്നു. ടൈഫോയിഡ് എന്ന ഈ രോഗബന്ധനത്തെ ശാസിക്കാൻ.
ടൈഫോയിഡ് എന്ന രോഗബന്ധനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറയുകയും എന്റെ തലയുടെ ഉച്ചിയിൽ നിന്ന് ഒരു കുഞ്ഞു ബോൾ പോലെ സാധനം ഉരുണ്ട് കാല് വഴി നിലത്ത് പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. കർത്താവേ, അങ്ങന്റെ രോഗബന്ധനത്തെ അഴിച്ചതിനായി സ്തോത്രം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രോഗബന്ധനത്തെ എന്റെ ദൈവം അഴിച്ചു മാറ്റി, കർത്താവിനെ സൗഖ്യമാക്കി. ടൈഫോയിഡ് തൽക്ഷണം മാറി. അതുവരെയും എനിക്ക് തലവെട്ടൽ ഇങ്ങനെ തല വെട്ടിപ്പുളക്കുന്ന വേദനയാണ്. അതിന്മേലെല്ലാം പൂർണ്ണമായ സൗഖ്യം കർത്താവ് എനിക്ക് തന്നു. രോഗബന്ധനത്തെ ദൈവം അഴിച്ചു മാറ്റി. അത് കഴിഞ്ഞ് പപ്പ വന്നപ്പോ ഞാൻ പറഞ്ഞു, പപ്പ കർത്താവിനെ സൗഖ്യമാക്കി, അതുകൊണ്ട് എനിക്ക് ഇന്ന് സാക്ഷ്യം പറയാൻ അവസരം തരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആണ്ടർ യോഗത്തിന് എല്ലാവർക്കും ടെസ്റ്റ് മണി പറയാൻ അവസരമുണ്ട്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പോലും കഴിവില്ല. കാരണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അതികഠിനമായ ടൈഫോയിഡിനാൽ ഭാരപ്പെട്ട് കിടക്കയിലായിരുന്നു. പോലെ പ്രഗ്നന്റുമാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ടെസ്റ്റ് മണി പറയാൻ അവസരം തരാമെന്ന് പറഞ്ഞു. എനിക്ക് എഴുന്നേക്കാൻ പോലും മേല, ആ അവസ്ഥയില ഞാൻ. സ്തോത്രം. എൻ്റെ വന്ന ആന്റിയുടെ മോളോട് ഞാൻ പറഞ്ഞു, മോളെ എന്നെ ഡ്രസ്സൊന്ന് മാറ്റി എന്നെ ആ ഹോളിൽ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും അവിടെ അങ്ങനെ കാര്യം ക്രമീകരിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ആണ്ടർദ്യോഗം തുടങ്ങി. സാക്ഷിയുടെ ടൈം ആയപ്പോൾ കർത്താവിന്റെ ദാസൻ എൻ്റെ അടുക്കൽ വന്നു. എന്നെ കട്ടിലേന്ന് കയ്യെ പിടിച്ച് പയ്യെ നടത്തിക്കൊണ്ട് ഹോളിലേക്ക് കൊണ്ടുപോയി. ഹോളും പാഴ്സനേജുമായിട്ട് ഒരു കർട്ടന്റെ ഇതേ ഉള്ളൂ, മാറ്റമേ ഉള്ളൂ. സ്തോത്രം. അപ്പം അങ്ങോട്ട് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി സോഫയിൽ ഇരുത്തി. ടെസ്റ്റ് മണിയുടെ സമയമായപ്പോൾ 2 വാക്ക് പറയാൻ എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ അതിനൊന്നും പറഞ്ഞില്ല, എനിക്ക് സംസാരിക്കത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞു, പുതിയ വർഷം കാണിക്കത്തില്ലെന്ന് പിശാചു വാദിച്ചെങ്കിലും മരണത്തെയും പാതാളത്തെയും ജയിച്ച നസ്രേനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മരണത്തിന്മേ ദൈവം എനിക്ക് ജയം തന്നു, സൗഖ്യം തന്നു, പുതിയ വർഷം കാണുവാൻ ദൈവം ഭാഗ്യം തന്നെന്ന് പറഞ്ഞു. അത്രയും പറയാനുള്ള ആരോഗ്യവും ബലവും ദൈവകൃപയാ. ദൈവമക്കളെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ പപ്പ തിരിച്ച് ഫെയ്ത്ത് ഹോമിലോട്ട് കൊണ്ട് കിടത്തി. കത്രുമേശയുടെ സമയമായി. എല്ലാവർക്കും പപ്പ കത്രുമേശ കൊടുത്തു. ദൈവമക്കളെ, വചനത്തിന്റെ ശക്തി. കത്രുമേശയുടെ സമയമായി. കർത്താവിന്റെ ദാസൻ എല്ലാവർക്കും കത്രുമേശ കൊടുത്തു. കർത്താവിന്റെ മേശ അദ്ദേഹം അനുഭവിക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ട് എന്റെ അടുക്കൽ കത്രുമേശ കൊണ്ടുവന്നു. ഞാൻ ആ മുറി കിടന്നപ്പോൾ ഓർത്ത്, എനിക്ക് കത്രുമേശ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. പപ്പായോട് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. എന്നാൽ കർത്താവിന്റെ ദാസൻ കത്രുമേശ കൊണ്ടുവന്നു. എന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി കത്രുമേശയിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് ഞാൻ അല്പം വായിലേക്ക് ഇടുകയും കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം, ആരോഗ്യം, ബലം തരുവാനിടയായി. ഈ ടൈഫോയിഡ് മാറിയെങ്കിലും എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, വൊമിറ്റ് ചെയ്യണമെന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ മേശ വായിലോട്ട് അനുഭവിക്കുകയും അപ്പം എടുത്ത് അല്പം വായിലോട്ട് വെക്കുകയും തൽക്ഷണം ആ വൊമിറ്റ് ചെയ്യണമെന്നുള്ള ടെൻഡൻസി മാറി, എന്റെ ക്ഷീണവും മാറി, എന്റെ ബലഹീനതയും മാറി. പൂർണ്ണമായ ഒരു ആരോഗ്യവും രോഗശാന്തി തന്ന് ദൈവം എന്നെ ബലത്തോടെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പറയുന്നു, അയോഗ്യമായി കർത്താവിന്റെ മേശ എടുത്താൽ നിങ്ങളിൽ പലരും നിദ്ര കൊള്ളും, പലരും ബലഹീനരാകും, പലരും രോഗികളാകും. അതിന്റെ അർത്ഥം, നീ യോഗ്യതയോടെ ഇത് ഭക്ഷിച്ചാൽ നീ ജീവിക്കപ്പെടും. നീ യോഗ്യതയോടെ ഇത് ഭക്ഷിച്ചാൽ നിന്റെ രോഗം സൗഖ്യമാകും. ഇത് യോഗ്യതയോടെ നീ ഭക്ഷിച്ചാൽ നിന്റെ ബലഹീനത മാറി നീ ശക്തീകരണം പ്രാപിക്കും, നീ ശക്തിപ്പെടും. ഹല്ലേലൂയ. നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, കത്രുമേശ അനുഭവിച്ചാൽ കിട്ടുന്ന സൗഖ്യം, വിടുതൽ എല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാ. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ കൃപയാ അങ്ങനെ കർത്താവിന്റെ സൗഖ്യമാക്കി. എന്നാൽ അതിനുശേഷം പിന്നെ 9-ാം മാസമായപ്പോൾ, അഥവാ ഫെബ്രുവരി മാസം 2-ാം തീയതി എന്റെ അമ്മ എന്നെ പിന്നെ എന്റെ വീട്ടിലേക്ക്, എന്റെ മണറാട്ടാണ് എന്റെ വീട്, അവിടേക്ക് കൊണ്ടുപോയി. ഫെബ്രുവരി 27-ാം തീയതി എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺപൈതനെ ദൈവം ദാനം ചെയ്തു. അവിടെ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തി
എന്നുള്ളത് കൊണ്ടാണ് ഫേബ എന്ന് അവൾക്ക് പേരിടുവാൻ ഇടയായത്. കൃപയാൽ 14 വർഷത്തോളമായി അവള് കർത്താവിന്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവൾ വിവാഹിതയാണ്. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ദൈവം ഒരു സൗഖ്യത്തോടെ ക്ഷേമത്തോടെ പരിപാലിച്ചു നടത്തുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. അതുപോലെ തന്നെ അതിനുശേഷമായിട്ട് ഇത് 96 നടന്ന സംഭവമാണ്. എന്നാൽ 96 കഴിഞ്ഞ് ഈ 2024 വരെ ഉണ്ടായിരുന്ന ഒരു സംഭവം കൂടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ 2014 വരെ എനിക്ക് എല്ലാ മാസവും എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ മാത്രം ഒരു പനി വരും. ഈ ടൈഫോയിഡ് വന്നത് ഡിസംബറിലാണ്. ആ 14 പനി വന്ന അന്ന് മുതൽ, അഥവാ ടൈഫോയിഡ് വന്നതിന് പിറ്റേ വർഷം മുതൽ എല്ലാ ഡിസംബറിലും എനിക്ക് പനി വരും. അന്നേരം മാത്രം ഒറ്റ പനിയേ വരുള്ളൂ ഒരു വർഷത്തിൽ. ആ പനി ഡിസംബറിൽ. അപ്പൊ ഞാൻ അന്നേരം ഓർക്കൂ, കർത്താവിനെ ടൈഫോയിഡ് വിടുവിച്ചല്ലോ, സ്തോത്ര കർത്താവ് ഈ കഴിഞ്ഞ വർഷം ദൈവം പരിപാലിച്ചു, ഇത്രത്തോളം ദൈവം സൂക്ഷിച്ച്, ദൈവത്തിന് നന്ദിയൊക്കെ പറയും. എന്നാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. 2014 വരെ ഈ പനി വന്നുകൊണ്ടിരുന്നു. പനി ആ സമയത്ത് 2014 പനി വന്നിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര അതിശക്തമായ വേദനയായി ഞാൻ കഷ്ടപ്പെട്ടു. ഉമ്മുനീര് ഇറക്കാൻ മേലാത്ത വേദന. അപ്പോൾ ഞാൻ അന്ന് അച്ഛാമ്മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയം ഞാൻ അവളോട് പറഞ്ഞു, മോളെ എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര വേദന. അപ്പൊ അവള് പറഞ്ഞു, മമ്മി മരുന്നൊന്നുമല്ല, ഇച്ചിരി ഉപ്പുവെള്ളം കൊള്ളുവാണെങ്കിൽ പെട്ടെന്ന് ആ തൊണ്ടവേദന അങ്ങ് മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ ഉപ്പും വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ അവള് വെള്ളം ചൂടാക്കി തന്നു. ഞാനത് ഉപയോഗിച്ചു. ചെറിയ വേദന വലിയ വേദനയായി. എനിക്ക് സംസാരിക്കാൻ പോലും മേലാത്ത അവസ്ഥയായി. മറ്റേത് ഉമ്മുനീര് ഇറക്കത്തില്ല എന്നുള്ളായിരുന്നു, മിണ്ടായിരുന്നു. പക്ഷെ ഇത് മിണ്ടാനും മേലെ ഉമ്മുനീര് പോലും ഇറക്കത്തില്ല. അതുപോലെ വേദനയെ കഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ വേണ്ട എന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തു. എന്നാൽ ആ വേദനയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല. അങ്ങനെ കഷ്ടപ്പെട്ടപ്പോൾ സ്തോത്രം, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ കുറുവളെല്ലാം ക്ഷമിക്കണേ എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ ആ ഉപ്പുവെള്ളം കൊണ്ടത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനോട് ക്ഷമിക്കണം, ഇനി ഞാൻ മേലെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, ദൈവം എന്നോട് സംസാരിച്ചു. യെശയ്യാ പ്രവചനം 53:4 എന്ന് പറഞ്ഞു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. യേശുവിന്റെ അടിപ്പെടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനം 3 വട്ടം പറഞ്ഞതേ ഉള്ളൂ. സാക്ഷാ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, വേദനകളെ ചുമന്നു, ഒരടിപ്പെടാ സൗഖ്യം. 3 വട്ടം വചനം പറഞ്ഞു. തൊണ്ട കൈവച്ചു, അത്ഭുത സൗഖ്യം ദൈവം എനിക്ക് തന്നു. പിന്നെ ആ വേദന വന്ന് ഓർമ്മ പോലും ഇല്ലാത്ത പോലെ ദൈവം എന്നെ സൗഖ്യമാക്കി. എന്നാൽ 2014 മുതൽ സ്തോത്രം കൃപയാൽ ദൈവം എന്നെ ജയത്തോടെ നടത്തി. 2014 ഈ സൗഖ്യം ലഭിച്ച സമയത്ത് ചെറിയ ആശ്വാസം കിട്ടിയല്ലോ, വേദനയൊക്കെ മാറി പൂർണ്ണ സൗഖ്യമായപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛേ തൊണ്ടവേദന മാറി കേട്ടോ, കർത്താവിനെ സൗഖ്യമാക്കി, പനിയുടെ പ്രയാസവും എല്ലാം മാറി. ഉടനെ അവള് പറഞ്ഞു, മമ്മി എന്നാലും ഇവിടെ കിടന്നോളാൻ പറഞ്ഞു, ചില നേരം കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ദൈവാത്മാവനോട് പറയുക, ഈ വചനമാണ് എന്നെ വിടിവിച്ചത്. വചനത്തിന് ശക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വചനമാണ് എന്നെ വിടിവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ വചനത്തെ ആസ്പദമാക്കി ഒരു പാട്ട് എഴുതാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ അതിനു മുമ്പ് പാട്ടൊന്നും എഴുതിയിട്ടുമില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പാട്ടൊന്നും എഴുതാനുള്ള കഴിവില്ല. ദൈവം എന്നോട് പറഞ്ഞു, ആ വചനം പാട്ടായിട്ട് ട്യൂൺ ചെയ്ത് ദൈവം എനിക്ക് തന്നു. ആ 4 വരി ഞാൻ പാടുകയാണ്. ആ പാട്ട് ഞാൻ ദൈവം തന്ന പാട്ട് ഞാൻ എഴുതി. പിന്നെ 2014 മുതൽ 2024 വരെ എനിക്ക് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ പോയിട്ട് ഒരു ജലദോഷം പോലും വരാതെ ഈ 10 വർഷം ദൈവം എന്നെ സൂക്ഷിച്ചു. കോവിഡിന്റെ കാലത്തും അനേകരെ കോവിഡ് വിഴുങ്ങിയിട്ടും കൃപയാൽ ഒരു ജലദോഷം പോലും വരാതെ, പനിയുടെ പ്രയാസങ്ങളൊന്നും കൂടാതെ 10 വർഷം ദൈവം എന്നെ പരിപാലിച്ചു. 2024 വരെയും കർത്താവിനെ അത്ഭുതകരമായി നടത്തി. ദൈവത്തിന് സ്തോത്രം. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്. യേശുവിൻ ജനനം അത്ഭുതമേ എന്നുള്ള പാട്ടാണ് അതിന്റെ തുടക്കം. എന്നാൽ അതിനകത്ത് ഈ സൗഖ്യമാക്കിയ വചനം ഇങ്ങനെയാണ്. സാക്ഷാരോഗങ്ങളെ സുവാഹിച്ചതിനാൽ, വേദനകൾ യേശു ചുമന്നതിനാൽ, സാക്ഷാരോഗങ്ങൾ യേശു വാഹിച്ചതിനാൽ,
വേദനകൾ യേശു ചുമന്നതിനാൽ യേശുവിനടി പിണരാൻ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു. യേശുവിനടി പിണരാ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ. യേശുവിൻ ജനനം അത്ഭുതമേ, യേശുവിൻ ജീവിതം അത്ഭുതമേ, യേശുവിൻ ജനനം അത്ഭുതമേ, യേശുവിൻ ജീവിതം അത്ഭുതമേ, യേശുവിൻ മരണം അത്ഭുതമേ, യേശുവിൻ ഉയർപ്പ് അത്ഭുതമേ, യേശുവിൻ മരണം അത്ഭുതമേ, യേശുവിൻ ഉയർപ്പ് അത്ഭുതമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 4 വരി എഴുതി അങ്ങനെ പാട്ടിന്റെ വരികൾ ദൈവം ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു. ഞാൻ കിടക്കുക. ഞാൻ എൻ്റെ ഇളയ മോള് അന്ന് അവൾ 4ാം ക്ലാസ്സിലോ 6ലോ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അവൾ MSc പഠിക്കുക കുഞ്ഞ്. അവളോട് ഞാൻ പറഞ്ഞു, മോനെ യേശുപ്പച്ചൻ മമ്മിക്ക് ഒരു പാട്ട് തരുന്നു. സ്തോത്രം, മമ്മി പാടാം, മോൻ എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ പാട്ട് എഴുതി. അനേക വരികൾ അതിനകത്ത് ദൈവം തന്നു. മുഴുവനും വചനമാണ്. സ്തോത്രം. യേശുവിന്റെ ജനനം തുടങ്ങി കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞാണ് ആ പാട്ട് തീരുന്നത്. അതൊരു വലിയ പാട്ടാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ സ്തോത്രം ആ പാട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ആ പാട്ടിന്റെ വരികൾ, ഈ പാട്ടിന്റെ ഈ 4 വരികൾ, അഥവാ ഈ സാക്ഷാരോഗങ്ങൾ എന്നുള്ള ആ 4 വരികൾ പാടി ഏത് രോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ വരികൾ പാടുമ്പോൾ ആ രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. സ്തോത്രം. രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്ന പാട്ട്, കൃപയാൽ ആ പാട്ട് പാടി ദൈവം സൗഖ്യമാക്കിയത് കൊണ്ട് ആ പാട്ട് പിന്നെ അത് കോപ്പി അടിച്ചു. ആ കോപ്പികളായിട്ട് അടിച്ചിട്ട് ഞാൻ പൂനായിൽ പോകേണ്ടതായ സാഹചര്യം വന്നപ്പോൾ പോയ വഴിക്ക് ഒരു ചർച്ചിൽ പോകാൻ പൂനായി ചെന്നപ്പം ദൈവം ഇടയാക്കി. അവിടെ ഓപ്പറേഷന് വിധേയായ ഒരു പെൺകുട്ടി, സ്തോത്രം, ആ വിഷയത്തിൽ ആ സഭ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം. നേഴ്സിംഗ് പഠിക്കാൻ വന്ന കുഞ്ഞ, ആ വിഷമത്തിൽ ആ കുഞ്ഞിന്റെ ഓപ്പറേഷനുള്ള ബന്ധത്തിൽ വളരെ വേദനയോടെ ആയിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നപ്പോഴാണ് ഞാൻ ബൈ ചാൻസിൽ ആ ചർച്ച ചെല്ലുന്നു. സ്തോത്രം. അവിടെ വെച്ച് എനിക്ക് 2 മിനിറ്റ് ആ ദിവദാസം തന്നു. ഞാൻ ഇത്രയും പറഞ്ഞു, കർത്താവ് എനിക്ക് എന്ന രോഗസൗഖ്യത്തുള്ള ബന്ധത്തിൽ ഈ പാട്ട് എഴുതിയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അനുഭവം ചെറുതായിട്ടൊന്ന് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. അന്ന് അവർക്ക് PIP ഉള്ള ദിവസമായിരുന്നു. പക്ഷെ ആ ദിവദാസൻ ആ ടെസ്റ്റ് മണി കേട്ടപ്പോൾ PIP മാറ്റിവെച്ചു. സ്തോത്രം. ആ ദിവദാസൻ പറഞ്ഞു, PIP നമുക്ക് പിന്നെ നടത്താം. ആ വന്ന കർത്താവിന്റെ ദാസി ഏത് രോഗത്താലാണെന്നും ആ കഷ്ടതയിൽ കൂടെ കടന്നുപോയതും ദൈവം സൗഖ്യമാക്കിയതും എങ്ങനെയാണെന്നും ഈ പാട്ട് എഴുതാനുള്ള സന്ദർഭങ്ങളും അനുഭവങ്ങളും വിശദമായിട്ട് നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി സമയം കൊടുക്കുക എന്ന് പറഞ്ഞ് എന്നെ സ്റ്റേജിലോട്ട് വിളിച്ചു. എന്നെ കൊണ്ട് ആ ടെസ്റ്റ് മണി പറയിപ്പിച്ചു. സ്തോത്രം. ഈ പാട്ടിന്റെ വരികൾ പാടി. അപ്പോൾ എൻ്റെ കുറെ കോപ്പികൾ ഉണ്ടായിരുന്നു പാട്ടിന്റെ. അത് ഞാൻ ആ താഴെ ഇരുന്ന സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഓരോ റോയിലും ഓരോ കോപ്പികൾ വെച്ച് കൊടുത്തു. സ്തോത്രം. എല്ലാവരും അതിൽ നോക്കി എല്ലാവരും പാടുവാനിടയായി. അപ്പോൾ ഈ പെൺകുട്ടി ഉൾപ്പെടെ സ്തോത്രം സൗഖ്യം പ്രാപിപ്പാനിടയായി. തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനിരുന്ന പെൺകുട്ടി, അതിനുവേണ്ടി ആ ദൈവദാസൻ വളരെ വേദനയോടെ ആയിരുന്നുകൊണ്ടാണ് അദ്ദേഹം PIP പോലും മാറ്റിവെച്ച് ഇതിനു വേണ്ടി കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. വചനമയച്ച് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. ആ പെൺകുട്ടി ആ പാട്ട് തീർന്നപ്പോൾ സ്തോത്രം ആ സമയത്ത് തന്നെ ആ കുട്ടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവ് എന്നെ സൗഖ്യമാക്കി. ആരാ സൗഖ്യമാക്കിയേ? വചനമയച്ച് വിടിവിച്ചു. സാക്ഷാൽ
നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു. എന്ന് പറഞ്ഞാൽ മാനവജാതി അനുഭവിക്കുന്ന സകല രോഗങ്ങളെ യേശു വഹിച്ചു. മാനവജാതി അനുഭവിക്കുന്ന സകല വേദനയും വേണ്ടി യേശു ചുമന്നു. യേശുവിന്റെ അടിപ്പടരാ നമുക്ക് സൗഖ്യം വന്നിരിക്കുക. സൗഖ്യം വരും എന്നല്ല, സൗഖ്യം വന്നിരിക്കുകയാ. സൗഖ്യം ഡിപ്പോസിറ്റാ. വിശ്വാസത്തോടെ പ്രാപിച്ചെടുത്താൽ മതി. ബാങ്കിൽ 3 ലക്ഷം രൂപ കടപ്പുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നമുക്ക് ആവശ്യമായി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ചെക്കയിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി, രൂപ നമ്മുടെ കൈ വരും. അങ്ങനെയാണെങ്കിൽ സൗഖ്യം ഡിപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അടിക്കേണ്ട കാര്യമില്ല, അടിക്കുന്ന ഒരു വ്യക്തിയെ ക്രൂശിക്കേണ്ട കാര്യമില്ല. എന്നാൽ യേശു എന്തിനു വേണ്ടി ഇത് രണ്ടും സഹിച്ചു? മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തുവാൻ യേശു ക്രൂശിൽ മരിച്ചെങ്കിൽ യേശു അടിയേറ്റത് മാനവജാതിയുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റുവെന്ന, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം കഷ്ടപ്പെട്ടെന്ന. അങ്ങനെയെങ്കിൽ യേശു പുറത്തടിയേറ്റത് മുഴുവനും നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാ. അതുകൊണ്ട് ദൈവമക്കളെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. യേശുവിന്റെ അടിപ്പടരാ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ കൊച്ചിന് മാത്രമല്ല, ആ വിശ്വാസത്തോടെ ആരൊക്കെ ആ പാട്ടുപാടിയോ അവർക്കെല്ലാം സൗഖ്യം കിട്ടി. അവരെല്ലാം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെട്ടു. അപ്പോൾ എന്റെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം എല്ലാ വിധത്തിലും മഹിമപ്പെടട്ടെ. നാം വായിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം അത് വെറുതെ മടങ്ങത്തില്ല, അത് അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങും. ദൈവം എന്നോട് പറഞ്ഞതനുസരിച്ചപ്പോൾ, ഞാൻ ആ പാട്ട് എഴുതിയപ്പോൾ, ദൈവം പറഞ്ഞിട്ട് പാട്ട് എഴുതി. ദൈവം പറഞ്ഞതുകൊണ്ട്, അതനുസരിച്ചതുകൊണ്ട് 10 വർഷക്കാലം ഒരു ജലദോഷം പോലും വരാൻ ദൈവം സൂക്ഷിച്ചു. ദൈവമക്കളെ, ദൈവം പറയുന്ന ഏത് കാര്യം, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് കാര്യം പറഞ്ഞാലും നാം അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, വിടുതലാണ്. ദൈവനാമത്തിന് അത് മഹത്വമാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. കർത്താവ് കൃപയാൽ ജയത്തോടെ നടത്തുന്നു. തുടർന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഈ വചനഘട്ട എല്ലാ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന് അവസരം ഒരുക്കുന്ന നല്ല പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ താണിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ